ആങ്സൈറ്റി നമുക്ക് ഡീൽ ചെയ്യണമെങ്കിൽ എന്ത് വേണം? ആങ്സൈറ്റിനെ കുറിച്ച് നമുക്ക് അറിയണം അല്ലേ? അപ്പോൾ ഏതൊരു കാര്യത്തിനെക്കുറിച്ച് നമുക്ക് അതിനെ കൺട്രോൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് വേണം? അതിനെക്കുറിച്ച് ഡീപ്പ് നോളജ് വേണം. അപ്പോൾ ആങ്സൈറ്റി എന്ന് പറഞ്ഞാൽ എന്താ? ആങ്സൈറ്റി എന്ന് പറഞ്ഞാൽ ഫിയർ ആണ് അല്ലേ? അപ്പോൾ ഇത് ശരിക്കും ഒരു എവല്യൂഷണറി സർവൈവൽ മെക്കാനിസമാണ് ശരിക്കും. അപ്പോൾ ഇന്ന് നമ്മളൊരു അപ്പെക്സ് പ്രൊഡക്റ്റാണ്. പക്ഷേ അതിന് മുമ്പ് നമ്മൾ എന്തായിരുന്നു? നമ്മൾ ശരിക്കും ഒരു പ്രേ ആനിമലായിരുന്നു അല്ലേ? ഈ വലിയ വലിയ മൃഗങ്ങൾ നമ്മളെ വേട്ടയാടി പിടിച്ചിരുന്നു. കാട്ടിൽ ജീവിക്കുമ്പോൾ നമ്മൾ ഒത്തിരി അപകടങ്ങൾ നമ്മൾ നേരിട്ടിട്ടുണ്ട്. നമ്മുടെ ജീവൻ നഷ്ടപ്പെടുന്ന ഒത്തിരി അപകടങ്ങൾ. അപ്പോൾ അതിൽ നിന്നൊക്കെ തരണം ചെയ്ത് മാനസികരാശി ഇന്ന് നിലനിൽക്കാൻ കാരണം എന്താണ്? നമുക്ക് ഇങ്ങനൊരു മെക്കാനിസം ഉള്ളതുകൊണ്ടായിരുന്നു. ബ്രെയിനിൽ അമിഗ്ഡാല, ഹിപ്പോകാമ്പസ്, പ്രീഫ്രോണ്ടൽ കോർട്ടക്സ് എന്ന് പറഞ്ഞ 3 ആൾക്കാരുണ്ട്. അപ്പോൾ ഈ അമിഗ്ഡാലയാണ് എന്തുണ്ടാക്കുക? ഫിയർ ഉണ്ടാക്കുക. അപ്പോൾ ആ പേടി ഉണ്ടാക്കുമ്പം നമ്മുടെ പ്രീഫ്രോണ്ടൽ കോർട്ടക്സ്, അതായത് നമ്മുടെ ബോധം, ഫ്രോണ്ടൽ ലോബ് എന്നൊക്കെ പറയുക. അപ്പോൾ അവൻ എന്ത് ചെയ്യും? അവൻ ചുറ്റുപാട് നോക്കിയിട്ട് ശരിയാണെന്ന് നോക്കും. ശരിയാണെന്ന് നോക്കിയിട്ട് അത് ശരി വെച്ച് കൊടുക്കും. അതുകൊണ്ട് നമ്മുടെ ഹിപ്പോകാമ്പസിലെ മെമ്മറിയും കൂടി ചേർത്തിട്ട് എന്ത് ചെയ്യും? കുറച്ച് സിഗ്നൽസ് പുറത്തേക്ക് വിടും, ന്യൂറോ ട്രാൻസ്മിറ്ററുകളൊക്കെ വഴി. അപ്പോൾ അവിടെ നിന്ന് ഹൈപ്പോതലാമസ് പോയിട്ട് എന്തിനു നമ്മുടെ പിറ്റ്യൂട്ടറി ഗ്രന്ഥിനെ കുറച്ച് സിഗ്നൽ കൊടുക്കും. പിറ്റ്യൂട്ടറി ഗ്രന്ഥി അവിടെ നിന്ന് കുറച്ച് സിഗ്നലുകൾ ഹോർമോൺ വഴി അവിടേക്ക് കൊടുക്കും, അഡ്രിനൽ ഗ്ലാൻഡിൽ കൊടുക്കും. അപ്പോൾ അഡ്രിനലിൽ നിന്ന് എന്ത് വരും? അഡ്രിനലിൽ നിന്ന് കുറച്ച് ന്യൂറോ ട്രാൻസ്മിറ്ററുകൾ പുറത്തേക്ക് വരും. മെയിൻലി നോറഡ്രിനാലിൻ, അതുപോലെ കോർട്ടിസോൾ, പിന്നെ സെറോട്ടോണിൻ, പിന്നെ കുറച്ച് ഗാബ കുറയ്ക്കുന്ന സാധനം, അങ്ങനെ കുറേ സാധനമൊക്കെ പുറത്തേക്ക് വന്നിട്ട് എന്ത് ചെയ്യും? ഓട്ടോണമിക് നെർവസ് സിസ്റ്റത്തിനെ പോയിട്ട് സിഗ്നൽ കൊടുക്കുക. അപ്പോൾ ഓട്ടോണമിക് നെർവസ് സിസ്റ്റമാണ് ബാക്കി നമുക്ക് സിംറ്റംസ് ഉണ്ടാക്കുന്നത്. ഇത് മെയിനായിട്ട് 2ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഒരു സിമ്പത്തറ്റിക് സിസ്റ്റം, ഒരു പാരസിമ്പത്തറ്റിക് സിസ്റ്റം. അല്ലെങ്കിൽ സിമ്പത്തറ്റിക് സിസ്റ്റമാണ് നമ്മൾ ഈ പറയുന്ന ഫ്ലൈറ്റ് ആൻഡ് ഫ്ലൈറ്റ് ഐഡിയാസിൻ്റെ, അല്ലെങ്കിൽ ഇപ്പോൾ ഈ സർവൈവ് ചെയ്യാനുള്ളതിൻ്റെ ഒരു കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് അവനാണ്. നമ്മൾ തിരിച്ച് നമ്മുടെ പഴയ രൂപത്തിലേക്ക് എത്തിക്കുന്നതാണ് പാരസിമ്പത്തറ്റിക് സിസ്റ്റം. അപ്പോൾ ഇവർ രണ്ടുപേരും തമ്മിൽ ഒരു ഇക്വിലിബ്രിയം ഉണ്ട്. അപ്പോൾ അവിടെ ഒരു ഓട്ടോണമിക് ഫ്ലെക്സിബിലിറ്റി നടക്കുന്നുണ്ട് ഇവർ തമ്മിൽ. അങ്ങനെയാണ് ഇതൊരു നല്ലൊരു രീതിയിൽ പോണത്. അപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ നമ്മൾ ഇങ്ങനെ വെറുതിരിക്കുമ്പോൾ നമ്മളൊരു പുലി ആക്രമിക്കാൻ വന്നു. അപ്പോൾ അതിൻ്റെ ഒച്ച കേൾക്കുമ്പോൾ എന്ത് ചെയ്യും? നമ്മുടെ അമിഗ്ഡാല ഇനിയും അമിഗ്ഡാലിനനുസരിച്ച് നമുക്കൊരു ഫിയർ ഉണ്ടാക്കും. അപ്പോൾ നമ്മൾ പ്രീഫ്രോണ്ടൽ കോർട്ടക്സ് എന്ത് ചെയ്യും? അപ്പോൾ അനലൈസ് ചെയ്യും ഇവിടെ ചുറ്റുപാട് ശരിക്കും ഫിയർ ഉണ്ടോ, അല്ലെങ്കിൽ ശരിക്കും അപകടമുണ്ടോ. അപ്പോൾ നോക്കുമ്പോൾ എന്താണ്? പുലി വരുന്നത്. അപ്പോൾ നമുക്ക് ശരിയാ സംഭവം. അപ്പോൾ ഓടി രക്ഷപ്പെടുന്നുണ്ട്. അപ്പോൾ വന്ന് ദൈവം നേരെ ഹൈപ്പോതലാമസിനോട് പറഞ്ഞാൽ പിറ്റ്യൂട്ടറിയോട് പറഞ്ഞു. പിറ്റ്യൂട്ടറി അഡിലാണ് കുറേ സാധനങ്ങളൊക്കെ പുറത്തേക്ക് വന്ന് എന്നിട്ട് എന്ത് ചെയ്യും? എന്നിട്ട് സിമ്പത്തറ്റിക് സിസ്റ്റം ആക്ടിവേറ്റ് ചെയ്യും. അപ്പോഴാണ് നമുക്ക് ഈ ഓടാനും ഇവിടെ രക്ഷപ്പെടാനുള്ള ഹാർട്ട് റേറ്റ് കൂട്ടൽ, അതുപോലെ കാഴ്ചയിലെ കറക്റ്റ്നെസ് വരത്തില്ല, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ നിർത്തി എന്ത് ചെയ്യും? നമ്മൾ ഓടാനുള്ള ഒരു സെറ്റപ്പ് നമ്മുടെ ശരീരത്തിൽ വന്ന് നമ്മൾ ഓടി രക്ഷപ്പെടാൻ നോക്കുന്നു. അപ്പോൾ ഫിസിക്കൽ ഡിസ്ചാർജ് വരും നമ്മളെ ഓട്ടത്തിൽ. എന്നിട്ട് ഓടി നമ്മൾ രക്ഷപ്പെട്ട് കഴിയുമ്പോൾ നമുക്ക് ആ ഒരു പാരസിമ്പത്തറ്റിക് ആക്ടിവേഷൻ നടക്കും. കാരണം ചുറ്റുപാടും കാമായി നമ്മൾ രക്ഷപ്പെട്ടു എന്ന് കണ്ടല്ല, അത് നമ്മളെ സേഫ് ചെയ്യുന്നതുകൊണ്ട് പാരസിമ്പത്തറ്റിക് സിസ്റ്റം. ഇതിനായിട്ട് നമ്മുടെ വാഗൽ നെർവ് വഴി കുറേ സംഭവം വന്നിട്ട് എന്ത് ചെയ്യും? ഇവൻ വന്നിട്ട് നമ്മുടെ ഹാർട്ട് റേറ്റ് കുറയ്ക്കുകയും ബാക്കി നേരത്തെ വന്ന ചേഞ്ചസ് ഒക്കെ മാറ്റി നമ്മൾ പഴയ രൂപത്തിൽ ആക്കുന്നു. ഇതാണ് ശരിക്കും ഒരു ഫിസിയോളജിക്കൽ ബേസ് ആയിട്ട് പറയാം. അപ്പോൾ ഇതിൽ വ്യതിയാനം വരുമ്പോഴാണ് എന്ത് ഇന്ന് നമ്മൾ കാണുന്ന ഒരു ആങ്സൈറ്റി ഡിസോർഡർ, അല്ലെങ്കിൽ നമുക്ക് ഒരു അസുഖം എന്ന രീതിയിൽ കാര്യങ്ങൾ. ഇതിനെക്കുറിച്ച് നമ്മൾ അടുത്ത വീഡിയോയിൽ പറയുന്നു. സ്റ്റേ ട്യൂൺഡ്.